Hello guys, welcome to Heaven's Kitchen. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ശർക്കര പായസമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചക്കക്കുരും പരിപ്പും കൂട്ടിയിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കുരു കിട്ടുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പായസം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാനിവിടെ മൊത്തം ഒരു 27 ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു 120 ഗ്രാം. നമുക്ക് ഈ ചക്കക്കുരു നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിലായിട്ട് നമുക്കിതൊന്ന് രണ്ടായി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ജസ്റ്റ് നിറഞ്ഞിരിക്കുന്ന തരത്തിൽ ഇതിന് മുകളിൽ ചക്കക്കുരുവിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഞാൻ തൊലി കളയണില്ല, തൊലി നല്ല വിറ്റാമിൻ ആയതുകൊണ്ട് തൊലി നമ്മളിത് അരച്ചെടുക്കാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി കളയണില്ല കേട്ടോ. ജസ്റ്റ് രണ്ടായിട്ട് ഇത് കട്ട് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ജസ്റ്റ് ചക്കക്കുരുയുടെ മുകളിൽ നിന്നാൽ മതി വെള്ളം. നമുക്കൊരു 4 വിസിൽ വേവിച്ചെടുക്കാം. നമുക്കിനി നമ്മുടെ ചക്കക്കുരു മൊത്തം ഒന്ന് നന്നായി അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ ചക്കക്കുരും അതുപോലെ തന്നെ അതിൽ നമ്മൾ ഒഴിച്ച വെള്ളവും മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ ഒരു 5 വിസിൽ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഈ ബ്രൗൺ കളർ നോക്കണ തൊലിയുടെ കളറാണ്, അത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഒന്നാമത് ഒഴിക്കുന്നത് ശർക്കരപ്പാനിയാണ്, അപ്പോൾ അതങ്ങനെ ബാലൻസായി പോയിക്കോളും. അങ്ങനെ നമ്മളിത് ചക്കക്കുരു നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതാ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയാണ് ഇടുന്നത് കേട്ടോ, പകുതിയാണ്. പിന്നീട് നമുക്ക് ഈ 4 അച്ചിൻ്റെ ശർക്കരയുടെ മധുരം പോരെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നമുക്ക് 4 അച്ചിൻ്റെ ശർക്കരയുടെ നീര് നമുക്ക് എടുക്കാം. ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കണം. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ്, ഇത് 2ാം പാലും ഇത് 1ാം പാലുമാണ്. ഞാനിവിടെ ഒരു കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ സാഗോ സീഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചവ്വരി. നമുക്കിതൊരു 15-20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചവ്വരി ഇത് ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ച് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സാഗോ സീഡ്സ് കുക്ക് ചെയ്യാൻ വെച്ചതാണ്. അത് അപ്പോൾ തന്നെ ട്രാൻസ്പാരൻ്റായി വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പാരൻ്റ് ആവണ വരെ നമുക്ക് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ചവ്വരി ഇത് നന്നായി കുക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എല്ലാം നന്നായി ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചു. അപ്പോൾ അങ്ങനെ ഇനി ഇതിങ്ങനെ വെച്ചിരുന്നത് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ 2ാം പാൽ ഉണ്ടാക്കി വെച്ചതല്ലേ, നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അത് കട്ട കുത്തി പോവാതിരിക്കാനാണ് നമ്മൾ 2ാം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തന്നെ വെച്ചാലും മതി. ലാസ്റ്റ് അരിച്ചിട്ട് പായസത്തിലിടുന്ന ടൈമിൽ അരിച്ചിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൂങ്ദാൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് നല്ലോണം ഡ്രെയിൻ ചെയ്ത് ഒരു തുണി ഉപയോഗിച്ചങ്ങനെ നല്ലോണം വെള്ളം ഉപ്പിട്ട് നമുക്ക് 1 സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്യ് നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദാൾ ഇട്ട് കൊടുക്കാം. പരമാവധി വെള്ളം കളയുക, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും നെയ്യിലിട്ട് നമുക്ക് സോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം നെയ്യിലിട്ട് വറക്കാൻ ശ്രമിക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒരു മിനിറ്റ് വറുത്തെടുക്കാം. നന്നായി നമ്മളിത് ഒരു 2 മിനിറ്റ് നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. നമുക്ക് നമ്മുടെ പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് നമ്മുടെ പരിപ്പ് ഇതാ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. അധികമൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല, ജസ്റ്റ്
എല്ലാം കവർ ചെയ്തിട്ട് നിൽക്കുന്ന തരത്തിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ അതുപോലെ തന്നെ ഉപ്പൊന്നും ഇടുന്നില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഇതാണ്, എന്താ പറയുക, വെന്ത് പോകും. അതുകൊണ്ട് ഉപ്പിടുന്നില്ല. നമ്മളിവിടെ മൂങ്ദാൽ വേവിച്ചിട്ടിട്ടുണ്ട്. മണിയൊന്നും അധികം പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, നല്ല നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു വിസിലടിക്കുക ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചിട്ടുള്ളൂ. നമ്മൾ ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതാ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടാവട്ടെ. നമുക്കതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ജാക്ക് ഫ്രൂട്ടാണ് ഒഴിക്കേണ്ടത്. ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടി അടിച്ചിട്ട് നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതാ കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്നിനി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ അത് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ടകൾ ചെറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കാം. നമുക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടി ഒഴിച്ച വെള്ളമല്ലാതെ അതൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഫോർക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ കട്ടകളും നന്നായി നന്നായി തിളക്കിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ല ഇപ്പോൾ ഇതിൽ. നമുക്കിതൊക്കെ നമ്മുടെ രണ്ടാം പാലും അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ചവ്വരി, അത് രണ്ടും ഇട്ട് കൊടുക്കാം. ചെറുതായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് മധുരം നോക്കിയിട്ട് ആവശ്യം വരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഈ മണിമണി പോലുള്ളത് നമ്മുടെ ഇതാണ്, ചൗവരിയാണുള്ളത്. നമ്മുടെ പായസം നല്ലോണം ഇത് വെട്ടി തിളക്കുന്നുണ്ട്. കളറൊക്കെ മാറി തുടങ്ങി. നല്ല ശർക്കരയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അത്യാവശ്യം വെള്ളത്തിൽ നമ്മൾ ചക്കക്കുരുവിൽ ആഡ് ചെയ്ത വെള്ളം തേങ്ങാപ്പാലിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പരിപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലോണം നമ്മുടെ പരിപ്പിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കാം. നല്ല കട്ടിപ്പാലാണ്. നമുക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം നിങ്ങൾ. ബാക്കി പാൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെറുതായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ ബാക്കിയുള്ള പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കടിക്കാൻ വേണ്ടി, മറ്റേതൊക്കെ എന്തായാലും ഒന്ന് വെന്തതായിട്ടുണ്ടാവും. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി അതേപോലെ നമ്മുടെ പായസത്തിന് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ പായസം റെഡിയാവും. അതായത് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക, ശർക്കരപ്പാനി എടുത്ത് വെക്കുക, ചക്കക്കുരു വേവിച്ചരച്ച് വെക്കുക, അതുപോലെ തന്നെ പരിപ്പ് ഒരു വിസിലേ വേണ്ട, അത് പിന്നെ വേഗമാവും, അത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ചവ്വരിയും വേവിച്ച് വയ്ക്കുക. അപ്പം അങ്ങനെ നമ്മുടെ വളരെ യമ്മിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് പായസത്തിന് ചെറിയൊരു വ്യത്യാസം ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും അതിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ ഈ ചാറിന് അല്ലെങ്കിൽ കട്ടിക്ക്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു കിടിലൻ ഐറ്റമായിട്ട് വരാം. അതുവരെ സ്മൈൽ ഓൾവേസ്. ടേക്ക് കെയർ. ബൈ.